ഞാനിവിടെ കുറച്ച് ചിക്കൻ കൊണ്ടുവന്നു. ഇപ്പോൾ ഞാൻ വരുമ്പോൾ പെട്ടെന്നൊരു ചിക്കൻ കറി ആക്കിയാണ്. കറിയല്ല, അങ്ങനെ റോസ്റ്റ് പോലെ. ഞാനിൽ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും പച്ചമുളകും എല്ലാം കൂടെ കുറച്ച് എണ്ണയാക്കിയിട്ട് ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ചിക്കൻ അതിൽ കുക്കറിൽ ഒരു വിസിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. വെട്ടിയിലിടലും ഉണ്ട്. കുറച്ച് മസാലയിൽ പിന്നെ കൂട്ടിയിട്ട് കുഴച്ച് ഒരു കുക്കർ വാർത്ത ഒരു വിസിലിട്ടിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അധികം അങ്ങനെ ആവുകയൊന്നും വേണ്ട, ഒന്ന് വേണ്ട ഇട്ടാണ്. കുറച്ച് മസാലപ്പൊടിയും കൂടി ഇതിലിടാം. എല്ലാം കൂടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചിക്കൻ മസാലയും കൂടി ഉണ്ട് ഇവിടെ, അത് ഇതിലിടാം. അതാ വേവിച്ചിട വെച്ചിട്ടുണ്ട്. പെട്ടെന്നായില്ലേ, എളുപ്പത്തിൽ. ഇതിലെടുത്തിടാം. എന്നാൽ ചിക്കൻ്റെ തിളക്കുന്നുണ്ട്. ഒന്ന് വേവിട്ട് ഒറ്റ വിസിലേലും ഇട്ടിട്ടുണ്ട്. ചെറുതായിട്ട് മുറിച്ചിട്ടതാണ്, പെട്ടെന്ന് വെന്തോളൂ. ഈ വെള്ളം വറ്റുമ്പോൾ നന്നായിട്ട് പോകും. നമുക്കിതിൽ കുറച്ച് തേങ്ങ ഇങ്ങനെ ചിരകിയിട്ട് കുറച്ച് ജീരകം ഇട്ട് ഒന്ന് മിക്സിയിൽ കറക്കിയിട്ട് ഇതിലിടാം. എളുപ്പത്തിലൊരു കറി. ചിക്കൻ വേവാനായിട്ടുണ്ട്. വെള്ളം വറ്റിക്കണമെങ്കിൽ നമുക്ക് തേങ്ങയുടെ വളരെ കുറച്ച് മതി. കുറച്ച് ജീരകം ഇട്ടിട്ട് ഒന്ന് ഞാൻ മിക്സിയിലിട്ട് കറക്കി കൊണ്ടുവരാം. തേങ്ങ ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കരയൊന്നും വേണ്ട, ഒന്ന് പൊടിഞ്ഞ് വെക്കുക. ഇങ്ങനെ പൊടിഞ്ഞ് വയ്ക്കുകയാണ്. വേണ്ട പിന്നെ അങ്ങ് വെന്തിട്ട് കറിവേപ്പില പറിക്കാൻ പോകണമെങ്കിൽ ഈ മഴയൊക്കെ എങ്ങനെയാണ് പോകേണ്ടത്? എന്തൊരു മഴയാണ് വന്നത്. വേണ്ട വെക്കാം. ഹോട്ടലെല്ലാം പോയിട്ട് വാങ്ങിച്ചതിനേക്കാൾ ഇങ്ങനെ നമുക്ക് എത്ര പൈസ ലാഭം കിട്ടും. നല്ല സാധനം തിന്നാലാ നല്ല ആക്കിയത്. ഒരു ദോഷമില്ലല്ലോ. അങ്ങനെ ചിക്കനും കൂട്ടി നമ്മൾ ചോറുണ്ണലായിന് കണ്ടില്ലേ. ഉച്ചക്കത്തെ കറികളുണ്ട്.